എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പഴയ സീലിംഗ് ഫാൻ കറണ്ട് ഉപയോഗം വളരെയധികം കുറവുള്ള പുതിയ BLDC സാങ്കേതികവിദ്യയിലേക്ക് മാറ്റുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം ഭാഗം കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ശ്യാം. വീക്കെൻഡ്സ് ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ പബ്ലിഷ് ചെയ്തതിനു ശേഷമുള്ള അപ്ഡേറ്റ്സുകൾക്കായി ഡിസ്ക്രിപ്ഷൻ കാണുക. ഈ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിൽ BLDC ഫാനിന്റെ ട്രയൽ റൺ, ഗുണങ്ങൾ, കിറ്റ് അൺബോക്സിംഗ്, പഴയ ഫാൻ മോട്ടോർ എങ്ങനെ അഴിച്ചെടുക്കാം എന്നൊക്കെയായിരുന്നു. BLDC കൺവേർഷന്റെ രണ്ടാം ഭാഗത്തിൽ ഇതെല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇൻഡക്ഷൻ റിങ്ങിനും മാഗ്നറ്റിക് റിങ്ങിനും ഏകദേശം ഒരേ വലിപ്പമുള്ളതായതുകൊണ്ട് മുകളിലത്തെ മോട്ടോർ കവറിൽ ഒന്ന് ടെസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഡയമീറ്ററിൽ ചെറിയ വ്യത്യാസമുള്ളത് അടുത്തടുത്ത് വച്ചപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. വിഡ്ത്ത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഡയമീറ്റർ കറക്റ്റ് ആക്കുന്നതിനായി മാഗ്നറ്റിക് റിങ്ങിൻ്റെ ലെഗുകൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്യേണ്ടി വന്നു. അതിനായി ആംഗിൾ ഗ്രൈൻഡർ സ്റ്റൂളിൽ വച്ചിട്ട് എല്ലാ ലെഗുകളും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. ഗ്രൈൻഡ് ചെയ്ത ഭാഗം മുമ്പിലേക്ക് തിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉരഞ്ഞ ഭാഗം ചൂടാകുന്നതിനാൽ കൈവെള്ളയും ചൂടാകും. ഗ്രൈൻഡ് ചെയ്ത മാഗ്നറ്റിക് റിങ് താഴത്തെ മോട്ടോർ കവറിൽ ശരിയായി ഫിറ്റ് ആയി എന്ന് ഇങ്ങനെ ഉറപ്പുവരുത്തി. ഇനി കുറച്ച് മെഷർമെൻറ്റ്സ് നോക്കാം. മാഗ്നറ്റിക് റിങ്ങിൻ്റെ ഉള്ളളവ് 11.6 സെൻറ്റിമീറ്റർ ആണ്. സ്റ്റേറ്റർ കോയിലും മാഗ്നറ്റിക് റിങ്ങും തമ്മിലുള്ള എയർ ഗ്യാപ്പ് ഏകദേശം 1-1.5 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കൺവേർഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ എയർ ഗ്യാപ്പ് സെറ്റ് ചെയ്ത് ഒട്ടിക്കുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇൻഡക്ഷൻ റിങ്ങിൻ്റെയും മാഗ്നറ്റിക് റിങ്ങിൻ്റെയും വിഡ്ത്ത് സെയിം തന്നെയാണ്, 2.25 സെൻറ്റിമീറ്റേഴ്സ്. മുകളിലത്തെ കവറിലെയും താഴത്തെ കവറിലെയും ബെയറിംഗ് ആണ് ഈ കാണുന്നത്. സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ട് ബെയറിങ്ങിനും ഡാമേജ് ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഫാനിൻ്റെ താഴത്തെ ബെയറിംഗ് ഡാമേജ്ഡാണ്. കട്ടി കുറഞ്ഞ മോട്ടോർ കവർ ആയതിനാൽ അത് ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ച് ഊരി മാറ്റുന്നതാണ് നല്ലത്. ഞാൻ 2 മാറ്റി, കാരണം പിന്നീട് ബെയറിംഗ് മാറ്റാൻ മാത്രം മോട്ടോർ അഴിക്കുന്നത് പ്രയാസകരമാണ്. ഈ ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ച് താഴത്തെ മോട്ടോർ കവറിലെയും മുകളിലത്തെ മോട്ടോർ കവറിലെയും ബെയറിംഗ് ഊരി മാറ്റുന്നതിന് സഹായിച്ചത് ഹൈ പവർ ഇലക്ട്രിക് വർക്ക്സ് എന്ന യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ ബെയറിംഗ് പുള്ളറിൻ്റെ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബെയറിംഗ് രണ്ടും ഊരി മാറ്റിയതുകൊണ്ട് രണ്ട് കവറുകളും നന്നായി കഴുകി വൃത്തിയാക്കി. കാരണം അഴുക്കും എണ്ണമയവും ഉണ്ടെങ്കിൽ പ്ലസ് ക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിക്കുന്നതിന് ബലം കുറയും. താഴത്തെ മോട്ടോർ കവറിലെ ബെയറിംഗ് 62.01 ആണ്. അത് എല്ലായിടത്തും ഒരേപോലെ തട്ടി സെറ്റ് ചെയ്യണം. അതുപോലെ മുകളിലത്തെ മോട്ടോർ കവറിലെ ബെയറിംഗ് 62.02 ആണ്. അതും ആദ്യത്തേതുപോലെ തട്ടി സെറ്റ് ചെയ്യണം. ഇനി രണ്ട് സ്റ്റേറ്റർ ഷാഫ്റ്റുകൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ BLDC സ്റ്റേറ്റർ ഷാഫ്റ്റിന് വലിപ്പം കുറവാണ്. മാത്രമല്ല ഷാഫ്റ്റിലെ ബെയറിംഗ് ഏരിയയിലും വ്യത്യാസമുണ്ട്. ഷാഫ്റ്റിൻ്റെ അറ്റം താഴത്തെ ബെയറിങ്ങിലേക്ക് കയറിയിരിക്കുന്ന ഭാഗത്തിനും വ്യത്യാസമുണ്ട്. ഒറിജിനൽ ഷാഫ്റ്റ് 18 mm നീളമുണ്ടെങ്കിൽ BLDC ഷാഫ്റ്റിൽ 14 mm മാത്രമേ നീളമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സ്പ്രിങ്ങിന് നീളക്കൂടുതലുള്ളതിനാൽ ഉപയോഗിക്കാൻ പറ്റില്ല. BLDC ഷാഫ്റ്റിൽ നീളം കുറഞ്ഞ സ്പ്രിങ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈ BLDC ഫാൻ കൺവേർഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എയർ ഗ്യാപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ എയർ ഗ്യാപ്പ് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യാൻ പേപ്പറോ പ്ലാസ്റ്റിക് പീസോ ഈ കാണുന്നത് പോലെ കയറ്റി വെക്കണം. അല്ലെങ്കിൽ റോട്ടോർ മാഗ്നറ്റിക് റിംഗ് കറങ്ങുമ്പോൾ സ്റ്റേറ്റർ ഷാഫ്റ്റിൽ ഉരസുകയും ഡാമേജ് ആകുകയും ചെയ്യും. എയർ ഗ്യാപ്പ് കൃത്യമായി അലൈൻ ചെയ്ത ഷാഫ്റ്റും മാഗ്നറ്റിക് റിങ്ങും മുകളിലത്തെ മോട്ടോർ കവറിലാണ് സെറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായി പ്ലേസ് ചെയ്തതിന് ശേഷം എയർ ഗ്യാപ്പ് മാറിപ്പോയിട്ടില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയും വേണം. അതിനുശേഷം പ്ലസ് ക്വിക്ക് കൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി ഒട്ടിക്കണം. ഒട്ടിച്ച ശേഷം നന്നായി പ്രസ് ചെയ്ത് കുറച്ചു നേരം പിടിക്കണം. വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ചാൽ നല്ലതാണ്. പുതിയ ഫ്ലസ് ക്വിക്ക് മേടിച്ചാൽ നല്ല രീതിയിൽ ഒട്ടുന്നതുമായിരിക്കും. നന്നായി ഒട്ടി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം എയർ ഗ്യാപ്പിന് വച്ചിരുന്ന പ്ലാസ്റ്റിക് പീസ് എടുത്ത് മാറ്റാം. ഈ ഷാഫ്റ്റിൽ ഗ്രീസ് ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് ബെയറിങ്ങിലേക്ക് എളുപ്പം ഷാഫ്റ്റ് കയറുന്നതിന് വേണ്ടിയാണ്. ഷാഫ്റ്റ് ബെയറിങ്ങിൽ ടൈറ്റ് ആണെങ്കിൽ വാട്ടർ പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്ത് ലൂസാക്കുന്നത് നല്ലതാണ്. ഇനി ഷാഫ്റ്റിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ സ്പ്രിങ്ങും വാഷറും സെറ്റ് ചെയ്യണം. മുകളിലത്തെയും താഴത്തെയും മോട്ടോർ കവറിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഒരു മുൻകരുതലിൻ്റെ ഭാഗമായാണ്. കാരണം സെറ്റ് ചെയ്തതിന് ശേഷം മോട്ടോർ കവർ ഊരിപ്പോകുന്നില്ലെങ്കിൽ വീണ്ടും ഊരിയെടുക്കാൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെ മാർക്ക് നോക്കി താഴത്തെ കവർ
ഷാഫ്റ്റിലിടുക. മാർക്കിംഗ് കൃത്യമാക്കുക. ഷാഫ്റ്റിൻ്റെ സ്പ്രിംഗ് ഉള്ളതിനാൽ താഴേക്ക് അമർത്തി ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് സ്ക്രൂകൾ ഓരോന്നായി ഇടുക. സ്റ്റേറ്റർ ഷാഫ്റ്റ് മാഗ്നറ്റിക് റിങ്ങിൽ ഉരസുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്യുക. സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓരോന്നായി കുറച്ച് വീതം മുറുക്കുക. ഓരോ തവണ മുറുക്കുമ്പോഴും കറക്കി നോക്കുക. മോട്ടോർ കവറുകൾ ശരിക്കും മുറുകാത്ത ഭാഗം ഒന്നുകൂടി നന്നായി മുറുക്കുക. മോട്ടോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ബോർഡ് കണക്ട് ചെയ്യണം. സർക്യൂട്ട് ബോർഡ് ഇല്ലാതെ ഈ BLDC മോട്ടോർ വർക്ക് ചെയ്യില്ല. ആദ്യം PCB പ്ലേറ്റ് ഷാഫ്റ്റിൽ സെറ്റ് ചെയ്യണം. അതിനായി പഴയ ഷാഫ്റ്റിലെ കപ്പാസിറ്റർ ഹോൾഡറിൻ്റെ സ്ക്രൂ അഴിച്ചെടുത്തു. പക്ഷേ പുതിയ ഷാഫ്റ്റിൽ അത് സ്യൂട്ട് ആകുന്നില്ല. അതുകൊണ്ട് പഴയ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് സ്വിച്ച് പിടിപ്പിക്കുന്ന ഒരു സ്ക്രൂ അഴിച്ചെടുത്തു. അത് ട്രയൽ ഫിറ്റ് ചെയ്തപ്പോൾ കൃത്യമായി കയറുന്നുമുണ്ട്. അങ്ങനെ ട്രയൽ ഫിറ്റ് ചെയ്ത സ്ക്രൂ ഊരിയെടുത്തതിന് ശേഷം PCB പ്ലേറ്റ് അതേ സ്ക്രൂ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്തു. PCB പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ PCB പ്ലേറ്റ് ഫിക്സ് ചെയ്ത സ്ക്രൂ PCBയുടെ ഓപ്പൺ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. PCB പ്ലേറ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഹോളുകളിലൂടെ വേണം PCB ഫിക്സ് ചെയ്യാൻ. അതിനായി BLDC കൺവേർഷൻ കിറ്റിൽ തന്നിട്ടുള്ള സ്ക്രൂ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പറ്റുന്നില്ല. PCB കയ്യിലെടുത്ത് പരിശോധിച്ചപ്പോൾ ബോർഡിലെ സ്ക്രൂ ഹോൾ ചെറുതും തന്നിട്ടുള്ള സ്ക്രൂ വലുതുമാണ് എന്നുള്ളതുകൊണ്ടാണ് സ്ക്രൂ കയറാത്തതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആദ്യത്തേതുപോലെ പഴയ സ്വിച്ച് ബോർഡിൽ നിന്നും സ്വിച്ച് പിടിപ്പിക്കാൻ ഉപയോഗിച്ച സ്ക്രൂവും നട്ടും 2 എണ്ണം വീതം ഊരിയെടുത്തു. എന്നിട്ട് അവ ഉപയോഗിച്ച് PCB ബോർഡ് ഫിക്സ് ചെയ്തു. ഇനി മോട്ടോറിൽ നിന്ന് വരുന്ന 3 വയറിൻ്റെ കണക്ടർ PCBയിലെ കണക്ടറുമായി കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ലോക്ക് കൃത്യമായി അലൈൻ ചെയ്യണം. കറുത്ത ചതുരത്തിൽ കാണുന്ന റിലേ AC/DC ചേഞ്ച് ഓവർ സ്വിച്ചായും വർക്ക് ചെയ്യുന്നതാണ്. ബ്ലാക്ക് റിലേയുടെ അടുത്ത് കാണുന്നതാണ് 12 വോൾട്ട് DC ഇൻപുട്ട്. ഈ കാണുന്നതാണ് AC ഇൻപുട്ട്. ഇനി ഹാങ്ങിങ് റോഡ് പിടിപ്പിക്കണം. ഹാങ്ങിങ് റോഡിൻ്റെ താഴെ ഭാഗത്ത് 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട്. അതിലെ വലിയ ഗ്യാപ്പുള്ള സ്ലിറ്റ് മോട്ടോറിലേക്ക് പോകുന്ന വയറിൻ്റെ സൈഡിലേക്ക് സെറ്റ് ചെയ്യണം. ഹാങ്ങിങ് റോഡിൻ്റെ ബോൾട്ട് PCB സൈഡിൽ നിന്നും കടത്തി ബോർഡ് ഇല്ലാത്ത ഭാഗത്ത് വരുന്ന വിധം വേണം നട്ട് മുറുക്കാൻ. 2 10-11 റിംഗ് സ്പാനറിലാണ് ഇത് മുറുക്കുവാൻ ഉപയോഗിച്ചത്. ഊരിപ്പോരാതെ നല്ല ടൈറ്റായിട്ട് തന്നെ വേണം മുറുക്കാൻ. ഈ DC വയറുകൾ PCBയിൽ തട്ടി ഷോർട്ടാകാതിരിക്കാൻ ഹീറ്റ് ഷ്രിങ്ക് ഉപയോഗിച്ച് ഐസൊലേറ്റ് ചെയ്തു. 3 ലീഫ് മോട്ടോറിലേക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ഹാങ്ങിങ് റോഡിനകത്തുകൂടി പ്ലാസ്റ്റിക് വയർ കടത്തി താഴത്തെ ഹോളിലൂടെ പുറത്തെടുത്തു. എന്നിട്ട് PCBയിലെ AC വയറുമായി കണക്ട് ചെയ്തു. അതിനുശേഷം 2 വയറുകളും ഇലക്ട്രിക്കൽ ടേപ്പ് ഉപയോഗിച്ച് നന്നായി ഇൻസുലേറ്റ് ചെയ്തു. BLDC കിറ്റിൽ വന്ന ഐവറി കപ്പ് ആദ്യം ഇടുക. അതിനുശേഷം മുകളിലത്തെ കപ്പും ഇടുക. ഷാക്കിൾ സെറ്റ് കൂടി കണക്ട് ചെയ്താൽ BLDC ഫാൻ റെഡി. ഒഴിവ് കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഏകദേശം 2 ആഴ്ച വേണ്ടി വന്നു ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ പ്രോജക്റ്റിൽ എന്നെ സഹായിച്ചവരാണ് ലേത്ത് വർക്ക്ഷോപ്പിലെ സണ്ണിച്ചേട്ടൻ, ഹൈ പവർ ഇലക്ട്രിക്കൽ വർക്ക്സ് എന്ന യൂട്യൂബർ, തിരുവനന്തപുരത്തുള്ള കൃഷ്ണൻ എന്ന BLDC ഫാൻ കിറ്റ് സെല്ലർ. അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു. വീഡിയോകൾ മിസ്സാകാതെ കാണാൻ നോട്ടിഫിക്കേഷൻ ഓണാക്കുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.